അപ്പോൾ എന്തായാലും വേനലവധിക്കാലം കുട്ടികൾക്ക് കളിയുടെയും വിനോദത്തിൻ്റെയും കാലം മാത്രമാണോ? അല്ല, ജീവിതത്തെ സുരക്ഷിതമാക്കുന്ന പുതിയ പാഠങ്ങൾ പഠിക്കുന്നതിൻ്റെയും സമയം കൂടിയാണ്. കോഴിക്കോട് നെല്ലിക്കോട് ക്ഷേത്ര സംരക്ഷണ സമിതിയും ക്രീഡഭാരതിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന നീന്തൽ പരിശീലന ക്യാമ്പ് അത്തരമൊരു മാതൃകയാണ്. 7 വർഷമായി തുടരുന്ന ഈ പരിശീലന പദ്ധതിയിലേക്ക് ഇന്ന് കുട്ടികൾക്കൊപ്പം മുതിർന്നവരും ആവേശത്തോടെ എത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കുഞ്ഞുകൈകൾ വെള്ളം കീറി മുന്നേറുമ്പോൾ അതൊരു കായിക പരിശീലനം മാത്രമല്ല, ആത്മവിശ്വാസത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് കൂടിയാണ്. വെള്ളത്തുള്ളികളോട് കളിച്ചും ഭയത്തെ പിന്നിലാക്കിയും ആത്മവിശ്വാസത്തിന്റെ തീരത്തേക്ക് നീന്തിയെത്തിയും ഒരു കൂട്ടം കുട്ടികൾ. വേനലവധിയുടെ ഓർമ്മകളിൽ നിറം പകരുന്ന ഈ കാഴ്ച നെല്ലിക്കോട്ടെ നീന്തൽ പരിശീലന ക്യാമ്പിലേതാണ്. 7 വർഷമായി നെല്ലിക്കോട് ക്ഷേത്ര സംരക്ഷണ സമിതിയും ക്രീഡാഭാരതിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന പരിശീലന പരിപാടി ഇന്ന് കുട്ടികൾക്കൊപ്പം മുതിർന്നവരുടെയും പ്രിയപ്പെട്ട പഠനവേദിയായി മാറിയിരിക്കുകയാണ്. നീന്തൽ അനുഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ചെറിയന്നുള്ള ആഗ്രഹമായിരുന്നു. അപ്പോൾ എൻ്റെ മകളെ കുട്ടിയാണിത്. അവിടെയും കൊണ്ട് വന്നപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചതാ പഠിപ്പിക്കുമെന്ന്. അപ്പോൾ റെഡി എന്ന് പറഞ്ഞ് അവരെ ഒരു ധൈര്യവും അവരെ കോച്ചിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, അത്രയ്ക്കും നല്ല കോച്ചിങ് ആണ്. 7 വർഷങ്ങൾക്ക് മുമ്പ് ഏതാനും കുട്ടികളുമായി ആരംഭിച്ച നീന്തൽ പരിശീലനം ഇന്ന് 100 കണക്കിന് പേരുടെ വിശ്വാസമായി വളർന്നു കഴിഞ്ഞു. വെള്ളത്തിന്റെ ഭാഷ അറിയാത്തവർക്ക് അതിന്റെ താളം പഠിപ്പിച്ച് സുരക്ഷയുടെ കരയിലേക്ക് കൈപിടിച്ചുയർത്തുകയാണ് പരിശീലകർ. ആദ്യ ദിവസം വെള്ളത്തിലിറങ്ങാൻ മടിച്ചിരുന്ന കുഞ്ഞുങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നീന്തൽ പഠിച്ചു കഴിയാറുണ്ട്. നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഓ, ഞാൻ ഓരോ ദിവസം വരുമ്പോൾ എനിക്ക് കുറെ എക്സൈറ്റഡ് ആവും. എല്ലാ ദിവസവും വരുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് വരുന്നത്. കാരണം ഇവരൊക്കെ കാണാനും പറ്റും. പിന്നെ അങ്ങനെ ഓരോന്നായിട്ട് എനിക്ക് നീന്തൽ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് തന്നെ. ഞങ്ങൾക്ക് വന്നപ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ ഇവരെല്ലാവരും സപ്പോർട്ടോട് ഞങ്ങളിപ്പോൾ എല്ലാം പഠിച്ചു കഴിഞ്ഞു. നീന്താനൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഒരു കായിക സംസ്കാരം വളർത്തിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ക്രീഡാഭാരതിയുടെ പ്രവർത്തനം. എല്ലാവർക്കും ആരോഗ്യം എന്നുള്ളതാണ് നമ്മുടെ മുദ്രാവാക്യം. ഇപ്പം 100ഓളം കുട്ടികളുണ്ട്. എല്ലാ വർഷവും ഒരു 100നും 200നും ഇടയിൽ കുട്ടികളെ ഞങ്ങൾ പരിശീലിപ്പിക്കാറുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് നീന്തം പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ കൂടിയാണ് തുടങ്ങിയതെങ്കിലും കുട്ടികളെ ആയിട്ട് വരുന്ന അമ്മമാർക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹം വന്നപ്പോൾ അവരെയും പഠിപ്പിക്കാൻ തുടങ്ങി. വെള്ളത്തിലുയരുന്ന ഓരോ ഓളവും ഒരു കഥ പറയുന്നുണ്ട്. ഭയത്തെ തോൽപ്പിച്ച ധൈര്യത്തിന്റെ കഥ. 7 വർഷമായി നെല്ലിക്കോട്ടെ ഈ നീന്തൽ പരിശീലന ക്യാമ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും പഠിപ്പിക്കുന്നത് നീന്തൽ മാത്രമല്ല, ജീവിതത്തിന്റെ ഒഴുക്കിൽ ആത്മവിശ്വാസത്തോടെ മുന്നേറാനുള്ള പാഠം കൂടിയാണ്. പ്രതിദിനം 1000 മുതൽ 1400 ആളുകൾ വരെ മുങ്ങി മരണത്തിന് ഇരയാകുന്നുണ്ടെന്നാണ് കണക്കുകൾ. അവിടെയാണ് ഈ നീന്തൽ പരിശീലനം ഏറെ പ്രസക്തമാകുന്നത്. ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം അനഘ ഹർഷൻ, ജനം.